കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള ഭൂമി ഇടപാട് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ചു. അതേസമയം കർദിനാളിനെതിരെ സഭയ്ക്കുള്ളിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി വിചാരണ വേളയിൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര വെളിപ്പെടുത്തി. സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും വരുമാനം വീതം വയ്ക്കുന്നതിനും ആലഞ്ചേരി സ്വീകരിച്ച നടപടികളാണ് ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് കാരണമെന്നും സിദ്ധാർത്ഥ് ലൂത്ര കോടതിയിൽ വ്യക്തമാക്കി. ആലഞ്ചേരിക്കെതിരായ കേസുകളുടെ നാൾവഴികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കർദിനാളിന്റെ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര ഗൂഢാലോചനയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മരട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആദ്യം കേസ് ഫയൽ ചെയ്തിരുന്നത്. എന്നാൽ ആ പരാതി തള്ളിയ കാര്യം മറച്ചുവെച്ച കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 6 പുതിയ കേസുകൾ ഫയൽ ചെയ്തു. ഇത് അനുകൂല വിധി നേടിയെടുക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന് ലൂത്ര ചൂണ്ടിക്കാട്ടി. സഭയ്ക്കുള്ളിൽ ആലഞ്ചേരിക്കെതിരെ ഗൂഢാലോചന നടന്നു. വരുമാനം വീതം വയ്ക്കുന്നതിലും സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലും ആലഞ്ചേരി നിലപാടെടുത്തു. ഇത് പലരുടെയും ശത്രുതയ്ക്ക് വഴിവെച്ചു. ഇതാണ് പരാതിക്ക് കാരണമെന്നും അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം കേസിൽ വിചാരണ പൂർത്തിയാക്കിയ കോടതി വിധി പറയാൻ കേസ് മാറ്റിവെച്ചു. ജസ്റ്റിസ് ദിനേഷ് മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേട്ടത്. സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഷെക്കീന ന്യൂസ്, ദില്ലി.